السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر أشاق رسول الله صلى الله عليه وآله وسلم تسليما كثيرا وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, സഫർ മാസത്തിൻ്റെ 29ാമത്തെ രാവ്, ഏകദേശം രാത്രി 2 മണി സമയം. ഇന്നത്തെ രാത്രി ഒരുപക്ഷെ സഫറിലെ അവസാനത്തെ രാവും ആകാൻ സാധ്യത ഉണ്ട്. നാളെ മാസം കാണുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യപ്പെട്ടാൽ റബീഉൽ അവ്വൽ ഷരീഫ് നമ്മളോട് കടന്നു വരികയാണ്. റബീഉൽ അവ്വൽ ഷരീഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസവുമാണ്, വഫാത്ത് ഷരീഫിൻ്റെ മാസം കൂടിയാണ്. എന്നാൽ ഈ സഫറിൻ്റെ അവസാന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഷരീഫിനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മരണത്തെയും നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്ത് മുസീബത്ത് വരുമ്പോഴും, വിഷമങ്ങൾ വരുമ്പോഴും, പ്രയാസം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായ മുസീബത്തുകളും വിഷമങ്ങളും ചിന്തിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് അസ്വാലിഹി അശ്ശാമി റഹ്മത്തുള്ളാഹി അലൈഹി സുബുലുൽ ഹുദയിലും, അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ നാം ഇവിടെ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, പരിശുദ്ധ റബീഉൽ അവ്വൽ ഷരീഫിൽ നമ്മുടെ മഹത്തുക്കൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം കൂടിയാണ്, അതോടുകൂടി വഫാത്ത് ഷരീഫിന്റെ മാസവുമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്തോഷം പ്രകടിപ്പിക്കാനാണ്. അല്ലാതെ വഫാത്തായതിന്റെ പേരിൽ ദുഃഖം ആചരിക്കാനോ വിഷമം പ്രകടിപ്പിക്കാനോ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, നമ്മളോട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മഹത്തുക്കളൊക്കെ പ്രത്യേകിച്ചും നമ്മളോട് ഉപദേശിച്ചൊരു ഉപദേശമാണ് റബീഉൽ അവ്വൽ സംബന്ധിച്ച് പറയുമ്പോൾ, ഷഹ്റു സുറൂരി വൽ ബഹ്ജത്തു ഷഹ്റു സുറൂരി വൽ ബഹ്ജത്തി മദ്ഹറു മംബഇൽ അൻവാരി വർ റഹ്മത്തി ഷഹ്റു റബീഉൽ അവ്വൽ ഫഇന്നഹു ഷഹ്റുൻ അമർനാ ബിഇദ്ഹാരിൽ ഹബൂരി ഫീഹി കുല്ല ആം ഫലാ നുഖദ്ദിറുഹു ബിസ്മിൽ വഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ സന്തോഷത്തിന്റെ മാസമായ റബീഉൽ അവ്വൽ ഷരീഫ്, വഫാത്തിന്റെ പേരും പറഞ്ഞ് റബീഉൽ അവ്വലിനെ കൂട്ടിക്കലർത്തരുത് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. മജ്മു ബിഹാറിൽ അൻവാർ ഖാത്തിബത്തുൽ കിതാബ് 5ാം വാല്യം 307, അആലിൽ ഇഫാദ മിനൽ അതായിൻ നബവിയ 24ാം വാല്യം 516ാമത്തെ പേജിലും മറ്റും കാണാം. ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഹുസ്നുൽ മഖ്സദി മിനൽ ഹാബിലിൽ ഫത്താവയിലൊക്കെ പറഞ്ഞത് കാണാം, നമ്മളോട് ഇസ്ലാം സന്തോഷം പ്രകടിപ്പിക്കാനല്ലാതെ മരണം കൊണ്ട് ദുഃഖം ആചരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ഷിയായിസത്തിന്റെ സ്വഭാവം നമുക്ക് വേണ്ട എന്നൊക്കെ സൂചിപ്പിച്ചത് കാണാം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ഷരീഫിനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മരണം ചിന്തിക്കണം. കാരണം ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ, അതായത് പ്രത്യക്ഷമായ ഹയാത്തിൽ നിന്ന് ഹയാത്തിന്റെ ശേഷമുള്ള ഹയാത്തിലേക്ക് നീങ്ങിയത് റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ്.
ജനിച്ചതും റബീഉൽ അവ്വൽ ഷരീഫിൽ, വഫാത്തായതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. എന്നാൽ മഹാന്മാർ പഠിപ്പിച്ചത് ഫലാ നുകദ്ദിറുഹു ബിസ്മിൽ വഫാത്തി, റബീഉൽ അവ്വൽ മാസത്തിൽ മെഹ്ഫിലുകളിലും മജ്ലിസുകളിലും സദസ്സുകളിലും മറ്റും വഫാത്തിനെ കുറിച്ച് പറയരുത്. അതേ സ്ഥാനത്ത് ഖുത്ബത്തുൻ നബാത്തിയ ഖുത്ബ ഓതുമ്പോഴോ അല്ലെങ്കിൽ ഹദീസുകളിൽ വിസാലുമായി ബന്ധപ്പെട്ട സബക്ക് എടുക്കുമ്പോഴോ മറ്റോ നമ്മൾ പറയുമ്പോൾ ആശിഖീങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് മരണത്തിനെ ഓർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അമ്പിയാക്കൾ, സുദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ അർവാഹ് മുബാറക്കയോട് ഒന്ന് നമ്മൾ ചേരണം എന്ന്, അല്ലാഹുമ്മ അൽഹിഖ്നി ബിൽ അഖ്യാർ വലാ തുഖ്ലിഫ്നി മഅൽ അശ്റാർ എന്ന് ചിന്തിക്കണം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മരണത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ശർഹു സുദൂറിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ, ഏതായാലും ഇന്ന് സഫറിന്റെ അവസാനത്തെ ദിനമാകാൻ, സഫറിന്റെ 29ാമത്തെ ദിനം, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഷരീഫിനെയും കൂടി ചിന്തിച്ച് നമ്മുടെ മരണത്തെ ചിന്തിച്ചുകൊണ്ട് ജീവിതം നന്നാക്കണം. ഏത് സമയത്തിലും ഇസ്ലാമിന്റെ ഹുക്മുകൾ മറന്നു പോകരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തുകൾ മറന്നു പോകരുത്, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോകരുത് എന്ന് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യമാസം, പുണ്യ റബീഉ കടന്നു വരുമ്പോൾ സന്തോഷിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളൊക്കെ ധാരാളം പറയുകയും അവിടുത്തെ സുന്നത്തുകളെ ഹയാത്താക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചില ആളുകൾ ഉണ്ടാകും, കുട്ടികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് പാടി എല്ലാം ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു പ്രഭാഷണം, ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഒക്കെ തുടങ്ങി മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കരീപ്പിക്കണം എന്ന് ഉദ്ദേശിക്കണം. ഈ ഒരു ശൈലി നമ്മുടെ വീടുകളിൽ കല്യാണം ഉണ്ടാകുമ്പോൾ, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ ഒരു മനസ്സ് കാണിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് സന്തോഷിപ്പിക്കുമ്പോൾ, സന്തോഷം എല്ലാവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്ത് ഫലാ നുകദ്ദിറുഹു ബിസ്മിൽ വഫാത്തി എന്ന് മഹാന്മാരിവിടെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മരണത്തിനെ ഓർക്കാൻ എപ്പോഴും വേണം. ആഖിറത്തിന്റെ അവധിയായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണണം. അൽ മൗതു ജസ്റുൻ യൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആശിഖീങ്ങൾക്ക് ഖബറിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹിനോട് ചേരണം, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. ഇങ്ങനെ ആശിഖീങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതേപോലെ ഈമാനോടുകൂടി മരിച്ചു കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹം ഉണ്ടാകണം, ഏത് സമയത്തും ചിന്തിക്കണം. എന്നാൽ നമ്മൾ നമ്മുടെ വീടുകളിലോ മറ്റോ സന്തോഷ പ്രകടന സമയത്ത് മരണത്തിനെ ഉപദേശിച്ചുകൊണ്ട് കരയിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകാറില്ല. പിന്നെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്തോഷത്തിൽ നടത്തപ്പെടുന്ന പുണ്യ മജ്ലിസുകളിൽ കുട്ടികളെല്ലാം കരയിപ്പിക്കണം, സദസ്സിലുടനെ കരയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മരണത്തിനെ ഓർക്കണം, ചിന്തിക്കണം. എന്നാൽ ഈ സഫറിന്റെ അവസാനത്തെ ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഷരീഫിനെ കുറിച്ച് നമുക്ക് വന്ന് ചിന്തിക്കാം. വഫാത്ത് ഷരീഫിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതൊന്ന് ചിന്തിക്കാം. എന്നിട്ട് നാം ചിന്തിക്കണം, ഫലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ വന്ന ആളുകൾ എല്ലാവർക്കും ഇവിടുന്ന് വിട പറയണം, എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ ഒരാൾ ഇവിടെ വന്നിട്ട് സാക്ഷാതമായി ജീവിക്കുമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ ഇവിടെ സാക്ഷാതമായി താമസിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ നമുക്ക് മരണമുണ്ട് എന്ന് ചിന്തിക്കണം. എന്നാൽ നമ്മുടെ മരണവും അംബിയാ അലൈഹിമു സ്വലാത്തു വസ്സലാമിന്റെ മരണം, പ്രത്യേകിച്ചും ഖാത്തിമുൻ നബിയീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം ഒരുപോലെയല്ല. അവർ പ്രത്യക്ഷമായ ഹയാത്തിൽ നിന്ന് അതിന്റെ ശേഷമുള്ള ഹയാത്തിലേക്ക് നീങ്ങിയവരാണ്. അൽ അംബിയാഉ അഹ്യാഉം ഫീ ഖുബൂരിഹിം.
അംബിയാക്കൾ അവരുടെ ഖബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹയാത്തുൽ അംബിയാ എന്ന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് റിസാല തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റസായിലുകളും അതോടുകൂടെ പദ്യങ്ങളിൽ മുഖേനയും അത് പറഞ്ഞിട്ടുണ്ട്. തു സിന്ദാ ഹൈ വല്ലാഹ്, തു സിന്ദാ ഹൈ വല്ലാഹ്, മേരെ ചശ്മെ ആലം സെ ഛുപ് ജാനെ വാലേ. അംബിയാക്കൾ ഹയാത്തുള്ളവരാണ്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഷരീഫ് സഫറിന്റെ ഈ അവസാന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഷരീഫിനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മരണവും ചിന്തിച്ച് നമ്മുടെ ജീവിതം നന്നാക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിൽ എന്ത് വിഷമങ്ങൾ വന്നാലും പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് സബ്ർ, അതോടുകൂടെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ, ഈ സബ്റും ശുക്ർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും നമുക്കുണ്ടാകണം. ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോകരുത്. എന്തിനാണ് അള്ളാഹു നമ്മളെ പടച്ചത് എന്ന് മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ശരീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളുടെ വഫാത്ത് ശരീഫിനെ സംബന്ധിച്ച് അയിമ്മത്ത് ഇവിടെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. വഫാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വഫാത്തായതും റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിനം, അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് വഫാഉൽ വഫാ ഒന്നാം വാല്യം 226-ാമത്തെ പേജിൽ പറഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറാ തങ്ങൾ വഫാത്ത് ശരീഫിന്റെ 5 ദിനം മുമ്പ്, അതായത് വ്യാഴാഴ്ച ദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെന്നും പേപ്പറും ചോദിച്ചു. എന്നിട്ട് എഴുതട്ടെ എന്ന് പറഞ്ഞു. ആ ഹദീസ്, നീണ്ട ഹദീസ്, ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഇൽമ് ബാബു കിതാബത്തുൽ ഇൽമ് 114-ാമത്തെ ഹദീസ് 1-ാം വാല്യം 59-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസ് ഷരീഫിനെ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തെല്ലാം പറയുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ, പ്രത്യേകിച്ചും ഷിയാക്കൾ എന്തെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് നൂർ തവക്കുലി റഹ്മത്തുള്ളാഹി തുഹ്ഫത്തു ഷിഇയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇത് വിശദമായി ആ ഷിയാക്കളുടെ വാദങ്ങളും അതിന്റെ മറുപടികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജദ്ദിദ് അൽ-ഫസാനി അഷ്ശൈഖ് അഹ്മദ് സർഹിന്ദി റഹിമഹുല്ലാഹ് റദ്ദുർ റഫലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കൾ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ശരീഫിന്റെ സമയത്ത് ചെയ്ത ഒരുപാട് വസിയത്തുകൾ, സുബുലുൽ ഹുദാ വർ-റശാദ് ഫീ സീറത്തി ഖൈറുൽ ഇബാദ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സിറത്തു ഷാമിയ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട മഹത്തായ ഗ്രന്ഥം, ആ മഹത്തായ ഗ്രന്ഥത്തിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. മിഷ്കാത്തില് ബാബുൽ ഇൻഫാഖി വ കറാഹിയത്തിൽ ഇംസാക്ക് സകാത്തിന്റെ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ശരീഫിന്റെ സമയത്ത് പറഞ്ഞ വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ 6 ദിർഹം ഉണ്ടായിരുന്നു. ആ ദിർഹമും കൂടി അത് ചെലവ് ചെയ്യാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ഒന്നും ബാക്കിയൊന്നും വെച്ചിട്ടില്ല എന്ന് മിഷ്കാത്തിൽ കാണാം. മാത്രമല്ല മിഷ്കാത്ത് ശരീഫിൽ തന്നെ ബാബു വഫാത്തിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉപദേശങ്ങളും വസിയത്തുകളൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ശരീഫിലെ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കരിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ശരീഫിന്റെ സമയത്ത് വസിയത്ത് അധികമായി പറഞ്ഞത് അസ്വലാത്തു വമാ മലക്കത്ത് ഐമാനുക്കും. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റഹിമഹുല്ലാഹ് സുനൻ ഇബ്നു മാജ കിതാബുൽ വസായ ബാബു ഹൽ ഔസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാം വാല്യം 302-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് മുബാറക്ക് അലാ ഇല്ലിയിലേക്ക് അവിടുത്തെ ജിസ്മു മുബാറക്ക് മുന്തഖിലായപ്പോൾ ആകുന്ന സമയത്ത് അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞത് മിഷ്കാത്തുൽ മസാബിഹി കിതാബു അഹ്വാലിൽ ഖിയാമ ബാബു ഹിജ്റത്തി അസ്ഹാബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 404-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ശരീഫ് തിങ്കളാഴ്ച ദിനം അവിടുത്തെ ജസദ് മുബാറക്കിനെ അവിടുന്ന് ദഫ്ൻ മുബാറക്ക് നടത്തപ്പെട്ടത് അത് ബുധനാഴ്ച ദിവസം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ശരീഫ് ഖബർ ശരീഫിൽ വെച്ചപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടുകൾ അനങ്ങി ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചത് ബഹുമാനപ്പെട്ട ഖുതും റളിയല്ലാഹു അൻഹു പറഞ്ഞത് മദാരിജുൻ നുബുവയിലും അതുപോലെ അസ്സബാത്തു ബഅദൽ മമാത്ത് പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ എപ്പോഴും മറന്നിട്ടില്ല.
ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജുനാബുലാഹം ഗരീബോം കൂറസ ദിക്ർ ഉസ്കി അപ്നി ആദത്ത് കീജിയേ. സാധുക്കളായ പാവപ്പെട്ട ദോഷികളായ നമ്മെ ഏത് സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ മറന്നിട്ടില്ല. അതുകൊണ്ട് ആ ഹബീബിനെ നമുക്ക് മറക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹദറത്ത് ഇമാം അഹ്മദുല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹദായിഖ് ബഖ്ശിശിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ശരീഫ്, ആ വഫാത്ത് ശരീഫിനെ ചിന്തിച്ചുകൊണ്ട് നമുക്കും മരണമുണ്ട്. നമ്മുടെ മുൻഗാമികളൊക്കെ ലോകത്തോട് വിട പറഞ്ഞു. നമുക്കും മരണമുണ്ട്, മരണം ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല. ഹയാത്തി ഖൈറുൽ ലക്കും വ വഫാത്തി ഖൈറുൽ ലക്കും. എൻ്റെ പ്രത്യക്ഷമായ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ശേഷമുള്ള ജീവിതമായ ആ വഫാത്തിൻ്റെ ശേഷവും വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തും വഫാത്തും ഏതെല്ലാം വിധത്തിലാണ് ഖൈറാകുക അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹബീലിൽ ഫതാവ തൻവീറുൽ ഹിലക് എന്ന് പറഞ്ഞ റിസാലയിൽ വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഹയാത്തി ഖൈറുൽ ലക്കും വഫാത്തി ഖൈറുൽ ലക്കും. എൻ്റെ ഹയാത്ത് ത്വയ്യിബ നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കപ്പെടുന്നു. എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ വഫാത്താകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ വഫാത്ത് ഖൈറായിരിക്കും. നിങ്ങളെ അമലുകളൊക്കെ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു. നിങ്ങളെ നന്മകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്, അള്ളാഹുവിനെ ആസ്വദിക്കുന്നു. നിങ്ങളെ ദോഷങ്ങൾ, നിങ്ങളെ തെറ്റുകൾ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ ബഹറുദ്ദുമൂ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ ജമാലുദ്ദീൻ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മൻജാ അബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നല്ല കാര്യം ചെയ്താൽ 10 കൂലി കിട്ടും കേട്ടോ. എന്നാൽ ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റേ അള്ളാഹു നിശ്ചയിക്കുകയുള്ളൂ, അള്ളാഹു എഴുതാൻ കൽപ്പിക്കുകയുള്ളൂ. എന്നാൽ ഒരു തെറ്റ് എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണേണ്ടവ തഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അദീം. അത് ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മഹത്തുക്കൾ പറയുകയാണ്, ഒരു തെറ്റ്, ആ തെറ്റും തന്നെ ഒരുപാട് നാശങ്ങൾ കൊണ്ടുവരുമെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ജമാലുദ്ദീൻ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബഹറുദ്ദുമൂഇൽ രേഖപ്പെടുത്തുകയാണ്. അതായത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തി ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തിന്മ ചെയ്യുമ്പോൾ എനിക്ക് വിഷമമാണ്, ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ട് ദോഷം ചെയ്യുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിക്കുമെന്നും ചിന്തിച്ചു. ഹരീസുൻ അലൈക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കരുത്, തെറ്റുകൾ ചെയ്തിട്ട് എന്നും ചിന്തിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറ തങ്ങളുടെ ഹയാത്തും വഫാത്തും. ഇവിടെ ഖൈർ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഖൈറിനിക്ക് 2 വിധത്തിലാണ് അറബി വാചകങ്ങൾ ഉപയോഗപ്പെടുത്തുക. 2 നിലക്ക് ഉപയോഗിക്കാറുണ്ട് ഖൈർ എന്ന പദത്തിന്. സാധാരണ അറിയാം, ഖൈർ എന്ന് പറഞ്ഞാൽ അഫ്ദൽ. ചിലപ്പോൾ ഫضل ആയിരിക്കും ഖൈറിന്റെ അർത്ഥം, ചിലപ്പോൾ അഫ്ദൽ എന്ന അർത്ഥമായിരിക്കും. 2 അർത്ഥമുണ്ട്. പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖൈറിന്റെ അർത്ഥം. ഖൈർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഫ്ദൽ എന്ന അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നു. അഫ്ദൽ, ഫളീലത്ത്, ഫضل അതിൽ കുറേ വ്യത്യാസമുണ്ട്. അലാ ഹദറത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ ഫത്താവ 5-ാം വാല്യത്തിൽ വിശദമായി പറഞ്ഞത് കാണാം. ഫضل, അഫ്ദൽ ഇതിൽ ആകാശഭൂമിയുടെ വ്യത്യാസങ്ങളുണ്ട്. ഫളായിൽ അഅമാൽ ചിലപ്പോൾ ലൈഫായ ഹദീസും സ്വീകാര്യമാണെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അദ്കാറിലടക്കം പറഞ്ഞു. അതേ സ്ഥാനത്ത് അഫ്ദൽ സിദ്ദീഖ് തങ്ങളാണോ അഫ്ദൽ, അലിയർ തങ്ങളാണോ അഫ്ദൽ, അതിന് വിപരീതമായി എന്തെങ്കിലും ഒരു ഹദീസ് കൊണ്ടുവന്ന് ലൈഫായ ഹദീസും കൊണ്ടുവന്നാൽ അത് സ്വീകാര്യമല്ല. അഫ്ദലിൽ ലഈഫ് സ്വീകാര്യമല്ല, ഫളായിലുൽ അഅമാൽ ലൈഫായ ഹദീസും സ്വീകാര്യമാണ് എന്ന് വിശദമായി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്താവ 5-ാം വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഖൈർ പല അർത്ഥവുമാണ്. ഖൈർ എന്ന് പറയുമ്പോൾ അതിന്റെ മുഖാബില്, അതിന്റെ ഓപ്പോസിറ്റ് ഷർ എന്നാണ്. എന്നാൽ ചിലപ്പോൾ അഫ്ദലിന്റെ മാന ഉണ്ടാകാം, ചിലപ്പോൾ അഫ്ദലിന്റെ മാന ഉണ്ടാവില്ല. ഏതായാലും അതിന്റെ അസ്ല് അഖിയർ ആണെന്നും
പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഷർറ്, അഷറാണ് അതിന്റെ അസിലെന്നും. അങ്ങനെ ഒരുപാട് ആയാത്തിലും ബൈത്തുകളിലൊക്കെ അങ്ങനെയുള്ള ബൈത്തുകളിലൊക്കെ ഖൈറിന്റെ ഓപ്പോസിറ്റ് ഷർറായിട്ട് വന്നത് കാണാം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ സൂറത്തുർ റഹ്മാൻ, ഉലൈക ലഹുമുൽ ഖൈറാത്ത് സൂറത്തു തൗബ, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ ആലു ഇമ്രാൻ, നഅതി ബിഖൈരിൻ മിൻഹാ സൂറത്തുൽ ബഖറ, വഅൻ തസൂമു ഖൈറുൽ ലക്കും സൂറത്തുൽ ബഖറ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, വലൗ അന്നഹും ആമനു വത്തഖൂ ലമസൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈർ അഫമൻ യുൽഖാ ഫിന്നാർ ഖൈർ ഫുസിലത്ത് 4. അതുപോലെ ഖൈറും മുസ്തഖർ സൂറത്തുൽ ഫുർഖാൻ. അങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളിൽ ഖൈർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഹദീസുകളിലും കാണാം. ഹസാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഫശർറുൻ കമാലി ഖൈറിൻ കമാ ഫിദാഉ. അപ്പോൾ ഏതായാലും തഫ്ളീലിന്റെ മഅനാക്കും ഫളീലത്തിന്റെ മഅനാക്കും ഒക്കെ വരും. അപ്പോൾ ഖൈർ എന്നത് ഇവിടെ ഫളീലത്തിന്റെ അർത്ഥമാണ്. നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഖൈറാണ്, മരണം ഖൈറാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്തും വഫാത്തും എല്ലാം ഖൈറാണ്. ആ വഫാത്ത് ഷരീഫിന്റെ സമയത്തുണ്ടായ സ്വഹാബത്തിന് വന്ന വിഷമം പ്രയാസങ്ങളെല്ലാം സുബുലുൽ ഹുദയിലൊക്കെ വളരെ വളരെ വിശദമായി പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വഫാത്തിനെ സംബന്ധിച്ച് ആദ്യം തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇഷാറാത്തുണ്ട്. ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയും. സുബുലുൽ ഹുദയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് ഖബറുണ്ട്. ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ സൂറത്തു സുമർ 30. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ സൂറത്തുൽ അംബിയാ 34. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ആലു ഇംറാൻ 185. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ സൂറത്തുൽ അംബിയാ 35. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാ തഉ ഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ ആലു ഇംറാൻ 144. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا സൂറത്തുൻ നസ്ർ 1 മുതൽ അവസാനം വരെ. ഇങ്ങനെയുള്ള ആയത്തുകളിലെല്ലാം അതിന്റെ തഫ്സീറുകളിലെല്ലാം ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളുടെ വഫാത്ത് ഷരീഫിനെ സംബന്ധിച്ച് അതോടുകൂടി അവരുടെ വഫാത്തിന്റെ ഇഷാറത്തുകൾ ഇബ്നു അബീ ശൈബയും മറ്റു മുഹദ്ദിഥീങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാം. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ദലായിലുൽ നുബൂയിലും പറഞ്ഞത് കാണാം. മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സൂറത്തുൻ നസ്ർ അയ്യാമുത് തശ്രീഖിന്റെ മധ്യത്തിൽ മിനാ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ, മിനയിലുണ്ടാകുമ്പോൾ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വിസാൽ ഷരീഫിന്റെ സമയം അടുത്തു, വഫാത്ത് ഷരീഫിന്റെ സമയം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുകയും ഒരുപാട് വിഷയങ്ങൾ തൊട്ട് വിരോധിക്കുകയും ചെയ്തത് ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി അശ്ശാമി റഹ്മത്തുള്ളാഹി അസീറത്തു ഷാമിയ, അതായത് സുബുലുൽ ഹുദ ഫി റഷാദ് ഫി സീറത്ത് ഖൈറുൽ ഇബാദ് 12-ാം വാല്യം 766-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറ. ഈ ആയത്തിറങ്ങിയപ്പോൾ അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നടത്തത്തിലുമെല്ലാം എപ്പോഴും ഓതിരുന്ന ദിക്ർ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക അല്ലാഹുമ്മ ഗ്ഫിർലി ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന സുബുലുൽ ഹുദാ ഫീ സീറത്തി ഖൈറുൽ ഇബാദ്. സുബുലുൽ ഹുദാ ബർഷാ ഫീ സീറത്തി ഖൈറുൽ ഇബാദ് 12-ാം വാല്യം 767-ാമത്തെ പേജിൽ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ വഫാത്ത് ഷരീഫ്, നമ്മുടെ മരണം നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ലോകത്തോട് വിട പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തലവെട്ടും. സുബ്ഹാന ജല്ല ജലാലുഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മുന്നോട്ട് വന്നിട്ട് ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ എന്ന ആയത്തുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, അതായത് അബൂ മൻസൂർ ബഗ്ദാദി റഹിമഹുല്ലാഹ്, അവിടുത്തെ അൽ ഫർഖ് ബൈനൽ ഫിർഖിൽ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് ഷരീഫ്, നമുക്കും മരണം ചിന്തിക്കണം.
അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ നമുക്കും ഇന്നലില്ലെങ്കിൽ നാളെ വിട പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കണം. ജീവിതത്തിന്റെ ഉദ്ദേശം മറന്നു പോകരുത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചത് എന്ന് നമുക്ക് ഓർമ്മ വേണം. ജീവിതത്തിന്റെ സകല മേഖലകളിലും വേണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കരുത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തുൽ ദാരിയാത്ത് 56-ാമത്തെ ആയത്ത്. ഇതിന്റെ ആയത്തും ഈ ആയത്തും ഇതിന്റെ തഫ്സീർ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് എടുക്കാനാണ് നമ്മളെ പടച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ലിയഅരിഫൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് നമ്മെ എല്ലാവരെയും അല്ലാഹു പടച്ചത് എന്ന് ചിന്തിക്കണം. അതോടുകൂടി അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കരുത്. ജീവിതത്തിനെയും മരണത്തിനെയും അല്ലാഹു പടച്ചത് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിതം നന്നാക്കുന്നവർ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നവർ ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണെന്ന് സൂറത്തുൽ മുൽക്ക്, അതായത് തബാറക സൂറത്തിന്റെ തുടക്കത്തിലെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കരുത്. ദുനിയാവിൽ എന്തിനാണ് നമ്മൾ വന്നത്? അള്ളാഹു എന്തിനാണ് പഠിച്ചത്? അള്ളാഹു അനാവശ്യമായ പ്രവർത്തനത്തെ തൊട്ട് ശുദ്ധനാണ്. അള്ളാഹു ഒരിക്കലും ആവശ്യമില്ലാത്ത പ്രവർത്തനം ചെയ്യില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തൊട്ട് അള്ളാഹു ശുദ്ധനാണ്. അള്ളാഹു നമ്മെ പടച്ചത് വെറുതെയല്ല എന്ന് ചിന്തിക്കണം. സൂറത്തുൽ മുഅ്മിനൂൻ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ അല്ലാഹു വെറുതെ പടച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചത് വെറുതെയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാനുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടല്ലേ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് തബഖാത്തിൽ പറഞ്ഞ ചരിത്രം. ബഹ്ലുൽ എന്ന് പറയുന്ന വ്യക്തിത്വം ഇതാ ചെറിയ കുട്ടിയോട് ചോദിച്ചു, എന്താ നീ കളിക്കാത്തത്? എല്ലാവരും കളിക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയല്ല പടച്ചത് എന്നാ കുട്ടി പറഞ്ഞു. പിന്നെ എന്തിനാണ് മോനെ പടച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞുമോന് പറഞ്ഞ വാക്ക് ഇൽമു പഠിച്ചിട്ട് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. ബഹ്ലുൽ എന്നവർ തെളിവ് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലേ? സൂറത്തുൽ മുഅ്മിനൂൻ അവസാനത്തെ ആയത്ത് 115-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നില്ലേ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇത് കേട്ടപ്പോൾ ബഹ്ലുൽ എന്നവർ അത്ഭുതപ്പെട്ടു. അവസാനം ചോദിച്ചില്ലേ ഈ കുട്ടി ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുഹമ്മദ് ബിൻ ഹനഫിയുടെ സന്താനത്തിൽപ്പെട്ട ആളാണ്. ആ സമയത്ത് ബഹ്ലുൽ എന്നവർ പറഞ്ഞത്, ഇങ്ങനത്തെ മരത്തിൽ ഇങ്ങനെയുള്ള പയം തന്നെയല്ലേ ഉണ്ടാവുക എന്ന് പറഞ്ഞത് തബഖാത്ത് ഇബ്നു സഅദിൽ ഇതാ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ സൂറത്തു സ്വാദ് 27-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതില ദാലിക ദന്നുൽ ലദീന കഫറു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഭൂമിയെയും സകല വസ്തുക്കളെയും വെറുതെ പടച്ചിട്ടില്ല. അങ്ങനെ വെറുതെ പടച്ചു എന്ന് ചിന്തിക്കുന്നത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. അവരുടെ വിചാരമാണത്. മുഅ്മിനീങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മറ്റൊരായത്തിൽ സൂറത്തു ദുഖാൻ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളെയും ഭൂമികളെയും സർവ്വ വസ്തുക്കളെയും അല്ലാഹു കളിക്കാനല്ല, വെറുതെയല്ല, തമാശയായിട്ട് ഇവിടെ പടച്ചതല്ല എന്ന് സൂറത്തു ദുഖാൻ 38. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലു ഇംറാൻ 191-ൽ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എപ്പോഴും അല്ലാഹുവിനെ ഓർക്കണം, എന്നിട്ട് ചിന്തിക്കണം, ഫിക്ർ വേണം. എന്തിനാണ് അല്ലാഹു ആകാശത്തെ പടച്ചത്, ഭൂമിനെ പടച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിപ്പിൽ എന്തിനാണ് അല്ലാഹു എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും വെറുതെ പടച്ചതല്ല. അള്ളാഹു വെറുതെ പ്രവർത്തിക്കലെ തൊട്ടും വെറുതെ പടക്കലെ തൊട്ടും അവൻ ശുദ്ധനാണ്. അള്ളാഹു ഒന്നും വെറുതെ ഇവിടെ ചെയ്തിട്ടില്ല. അള്ളാഹു ഇതിലെല്ലാം പടച്ചതിന് ഉദ്ദേശമുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇതെല്ലാം വെറുതെ പടച്ചിട്ടില്ല എന്ന് പറയുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, അള്ളാഹു പരിശുദ്ധനാണ്, ഇങ്ങനെ അള്ളാഹു വെറുതെ പടച്ചിട്ടില്ല എന്ന വാക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന് ശുദ്ധത വെളിവാക്കുകയും എന്നിട്ട് നരകത്തിന്റെ അദാബിനെ തൊട്ട് കാവൽ തേടാൻ വേണ്ടി സൂറത്തു ആലു ഇംറാൻ 191-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വെറുതെ പടച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അയക്കാൻ ഇത് വണ്ണമായ ഉദ്ദേശം ഉണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. ഇത്ര വലിയ മഹത്വം അഷ്റഫുൽ മഖ്ലൂഖാത്തായി മനുഷ്യനെ അല്ലാഹു പടച്ചു.
അതോടുകൂടെ അഷറഫുൽ മഖ്ലൂഖാത്തായി നമ്മെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ വെറുതെയും പടച്ചിട്ടില്ല എന്നും ചിന്തിക്കണം. ഈ മഹത്വം നമ്മളൊക്കെ വെറുതെ അല്ല തന്നിട്ടുള്ളത്. കാരണം ഈ മനുഷ്യനെ പടക്കുന്നതിൽ ഉദ്ദേശം ചെറുതൊന്നുമല്ല, വണ്ണമായ ഉദ്ദേശമാണ്. കാരണം മനുഷ്യൻ അഷറഫുൽ മഖ്ലൂഖാത്താണെങ്കിൽ മനുഷ്യനെ പടച്ചതിന്റെ ഉദ്ദേശവും അഷറഫും ആലയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ദാരിയാത്ത് 56-ലും തബാറക സൂറത്ത് തുടക്കത്തിലെ ആയത്തുകളിലൊക്കെ പറഞ്ഞത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതം നന്നാക്കേണ്ടതുണ്ട്. യുഹിബ്ബൂനൽ ഹയാത്ത് വ യൻസൗനൽ മമാത്ത്, ജീവിതത്തിനെ ഇഷ്ടപ്പെടും, മരണത്തിനെ മറക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ട്. മുകാശഫത്തുൽ ഖുലൂബിലും മുനിഖാത്തുൽ ഖുലൂബിലും മറ്റും ഗ്രന്ഥങ്ങളൊക്കെ കാണാം. മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹു അൻഹു ഹിലിയത്തുൽ ഔലിയയിൽ പറഞ്ഞതുപോലെ, അബൂ നുഐം റളിയല്ലാഹു അൻഹു ഹിലിയത്തുൽ ഔലിയയിൽ പറഞ്ഞു, സൂറത്തുൽ അംബിയാഇന്റെ ആയത്ത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയായിൽ പറയാൻ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അതായത് ജനങ്ങൾക്ക് സമയം അടുത്തു, ഖിയാമത്ത് നാൾ അടുത്തു, ഹിസാബ് അടുത്തു, പക്ഷേ അവർ അശ്രദ്ധയിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. അവർക്ക് എന്തെങ്കിലും ഒരു നസീഹത്ത് വന്നാൽ അവർ അശ്രദ്ധയിൽ തന്നെ ഉണ്ടാവും. അവർക്ക് അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും നസീഹത്ത് വന്നാൽ അതെല്ലാം ഒരു കളിയും തമാശയായി കാണുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയാം. സയ്യിദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാഹ് പറയുന്നു, അറബ് രാജ്യത്തിലെ ഒരാൾ വന്നിട്ട് സയ്യിദുന ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഭൂമിന്റെ ഒരു വണ്ണമായ ഒരു അംശം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അതിന്റെ ഒരു അംശം ഞാൻ തന്നാലോ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെ അത് വഖഫാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ലാ ഹാജത ലീ ഫീ ഖഫീഅതിക നസലത്തിൽ യൗമ സൂറത്തുൻ അദ്ഹലത്നാ അനി ദുനിയാ. നിന്റെ ഭൂമിയുടെ കഷ്ടമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്നൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, അതായത് സൂറത്തുൽ അംബിയാ. ഈ സൂറത്തുൽ അംബിയാ നമ്മളെ അദ്ഹലത്നാ അനി ദുനിയാ, ദുനിയാവിനെ തൊട്ട് ഞങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്, നമുക്ക് ദുനിയാവ് വേണ്ട എന്ന ചിന്തയിലേക്ക് നമ്മെ എത്തിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഓതിയ ആയത്ത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഖിയാമത്ത് നാൾ അടുത്തു, പക്ഷേ ജനങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞത് ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു ഹിലിയത്തുൽ ഔലിയ 1-ാം വാല്യം 171-ൽ 30-ാമത്തെ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു മനാഖിബ് 30-ാമത്തെ മനാഖിബ് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു മനാഖിബ് പറഞ്ഞ സ്ഥലത്തിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കരുത്. മരണത്തിനെ ഓർക്കണം. 20 പ്രാവശ്യം മരണത്തിനെ ഓർത്താൽ ഷഹാദത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഒരുപാട് മുഹദ്ദിസീങ്ങൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമുക്ക് ദുനിയാവ് വേണം, ദുനിയാവ് വേണം, പക്ഷെ ദുനിയാവോട് സ്നേഹം വേണ്ട. ദുനിയാവിൽ ജീവിക്കാൻ ദിർഹമും ദീനാറും പൈസയും എല്ലാം വേണം, പക്ഷേ ദുനിയാവിനെ സ്നേഹിക്കണ്ട. നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ നഫ്സ് എപ്പോഴും വേണ്ട എന്ന് പറയുന്ന വസ്തുക്കളിലേക്ക് വലിക്കുന്ന ഒരു നഫ്സാണ്. അന്ന നഫ്സ മജ്ബൂലത്തുൻ അലാ സൂഇൽ അദബ്. വേണ്ട എന്ന് പറയുന്നതിലേക്ക് നഫ്സ് അധികമായി വലിക്കുന്ന നഫ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തഈദുൽ ഹഖീഖത്തിൽ അലിയയിൽ രേഖപ്പെടുത്തിയത് അന്ന നഫ്സ മജ്ബൂലത്തുൻ അലാ സൂഇൽ അദബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണം പറഞ്ഞത്. സാമിരി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യക്ഷമായ കാലത്തുണ്ടായിരുന്ന സാമിരി മൂസ, ഫമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു ഫമൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. ജിബ്രീൽ അലൈഹിസ്സലാം വളർത്തിയ മൂസ, സാമിരി മൂസ കാഫിറാണ്, സത്യനിഷേധിയാണ്. എന്നാൽ ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹുവിന്റെ മസ്ലഹത്ത്, ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന മൂസ, ആ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അപ്പൊ സാമിരി മൂസ എന്ന് പറയുന്ന കാഫിറായ മൂസ, ആ മൂസ ഒരു പശുവിനെ ഈ സുജൂദ് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് കൽപ്പിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ആയിരക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്തു.
നബി അലൈഹിസ്സലാം 950 വർഷം ദീനി ദഅവത്ത് നടത്തിയപ്പോൾ ആകെ 90-ക്കാളും കുറവ് ആളുകളാണ് ആ ഹക്ക് സ്വീകരിച്ചത്. ഇതാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തഅയീദുൽ ഹഖീഖത്തിൽ അലിയയിൽ പറഞ്ഞത്, നഫ്സെപ്പോഴും വേണ്ടാവൃത്തിലേക്ക്, പാടില്ലാത്തതിലേക്ക്, ബാത്തിലായ കാര്യത്തിലേക്ക് വലിക്കുന്നു. അതിന് ഉദാഹരണമാണിത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ പരിശുദ്ധ റബീഉൽ അവ്വൽ ഷരീഫ് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതം നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർമയായ നിസ്കാരം മക്കൾക്ക് അതിന്റെ കമാ ഹഖ്ഖുഹു ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളൊക്കെ സലാം എല്ലാ നിസ്കാരങ്ങളിലും ഉണ്ടല്ലോ. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് റസൂലുള്ളാഹിനെ ചിന്തിച്ചുകൊണ്ട് സലാം പറഞ്ഞ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് എല്ലാ അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാ, സ്വാലിഹീൻ എല്ലാവരും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയണം. അപ്പം അതുകൊണ്ട് നിസ്കാരങ്ങളെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ സുന്നത്തുകൾ അധികരിപ്പിക്കുക, സ്വലവാത്ത് തസ്ലീമാത്ത് അധികരിപ്പിക്കുക. ഇന്ന് സഫർ 29 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ശരീഫും ചിന്തിക്കുക. റബീഉൽ അവ്വൽ മാസത്തിൽ വഫാത്തിനെ സംബന്ധിച്ചൊന്നും ഈ മഹാന്മാർ പഠിപ്പിച്ചത് കൊണ്ട് ഫലാ നുകദ്ദിറുഹു ബിസ്മിൽ വഫാത്തി, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, മഹത്തുക്കൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഫലാ നുകദ്ദിറുഹു ബിസ്മിൽ വഫാത്തി. അപ്പൊ അതുകൊണ്ട് വിലാദത്ത് മുബാറക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം, സന്തോഷം, അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ, ശുക്ർ, നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാ അബദിയ ജീവിതಕ್ಕೆ ഫിക്ർ എല്ലാം ഉണ്ടാകണം. പക്ഷേ മജ്ലിസുകളിൽ, മഹ്ഫിലുകളിലും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ, ഹൗദുൽ കൗസർ, നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ചിന്തിക്കണം. അവിടുത്തെ ഷഫാഅത്ത്, അവിടുത്തെ മുറാഫഖത്ത് എല്ലാം, അവിടുത്തെ ഇത്തിബാ എല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏതായാലും ഈ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്ത്, അവിടുത്തെ സീറത്തുകൾ, അവിടുത്തെ അഖ്ലാഖിനെ സംബന്ധിച്ച്, അവിടുത്തെ ഖസായിസ്, ഖുസൂസിയാത്ത്, അവിടുത്തെ കമാലാത്ത്, അവിടുത്തെ മീലാദ് ആഘോഷത്തെ സംബന്ധിച്ച്, അവിടുത്തെ തഅ്ദീം, അവിടുത്തെ മഹബ്ബത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയും നമ്മുടെ ജീവിതത്തിൽ ആ രസങ്ങൾ, ആ പറഞ്ഞതിൻ്റെ ആ രസം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകൾക്കും നമ്മുടെ അവയവങ്ങൾക്കൊക്കെ പ്രകാശം ലഭിക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അധികരിപ്പിക്കുക, അവിടുത്തെ സുന്നത്തുകൾ ഹയാത്താക്കുക. അതോടുകൂടെ നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ശരീഫ് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം നന്നാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് മരണമുണ്ട് എന്ന ഒരു ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിയുള്ള മനുഷ്യൻ അൽ കയ്യിനു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആഖിറത്തിന്റെ ഹിസാബിന്റെ മുമ്പ് സ്വന്തം നഫ്സിനോട് മുഹാസബത്ത് നടത്തുക, നഫ്സിനെ കൺട്രോൾ ചെയ്യുക, നഫ്സിനോട് വിചാരണ നടത്തുക, എന്നിട്ട് മരണത്തിന്റെ ശേഷമുള്ളതിന് വേണ്ടി അമൽ ചെയ്യുക. അതായത് സ്വർഗം വേണം, ആഖിറത്തിലേക്ക് ഉന്നത സ്ഥാനം ആഗ്രഹിക്കും, അള്ളാഹുവിനോട് ആഗ്രഹമുണ്ട്. പക്ഷെ അതോടുകൂടെ നഫ്സിന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു നിലയ്ക്കുള്ള ആജിസ്, അശക്തനാണ്, അവൻ വിഡ്ഢിയാണ് എന്ന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുസ് സ്വാലിഹീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നഫ്സിന്റെ ആഗ്രഹങ്ങൾ, ഇത്തിബാഉ നഫ്സ് ഒരിക്കലും ഉണ്ടാകരുത്. നഫ്സിന്റെ ഇത്തിബാ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്, വല്ലാഹു റസൂലുഹു അഹഖ യർളൂഹു, അല്ലാഹുവിനെയും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മരണത്തിനെ ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ശരീഫിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിനം, സഫറിന്റെ അവസാന സമയം ധാരാളം ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മരണത്തെ ചിന്തിക്കുക. ആഖിബത്ത് എന്ന ഈമാൻ സലാമത്തായി വിരിച്ചു കിട്ടണം എന്ന് ചിന്തിക്കുക. അതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചൊല്ലി, സ്വലവാത്ത് തസ്ലീമാത്ത് ചൊല്ലി നമുക്ക് ഈമാൻ സലാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറാഫഖത്ത് കിട്ടണം, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണം.
ജീവിതം ഖൈറാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണം. മരണം ഖൈറാകുമ്പോൾ ആഖിബത്തിലെന്ന ഈമാൻ സലാമത്തായി വിരിക്കണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ തൗബ ചെയ്യുക, ധാരാളം തൗബ ചെയ്യുക. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുകയും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ദോഷങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അള്ളാഹുവിൻ്റെ ഹുക്കൂക്ക് എന്തെല്ലാം നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് അതെല്ലാം മാപ്പ് ചോദിക്കണം. അതുപോലെ അടിമകളുടെ ഹുക്കൂക്കിൽ ഏറ്റവും വലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുക്കൂക്കാണ്. അതിൻ്റെ ശേഷം മാതാപിതാക്കളുടെ, അതിൻ്റെ ശേഷം ഉസ്താദുമാരുടെ. എന്നാൽ ചില വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുക്കൂക്കിൻ്റെ ശേഷം ഉസ്താദുമാരുടെ ഹുക്കൂക്ക്, പിന്നെ മാതാപിതാക്കളുടെ. ഹഖുൽ മുഅല്ലിമി അഅ്ളു മിൻ ഹഖിൽ വാലിദൈഹി. ഏതായാലും ഹുക്കൂഖുൽ ഇബാദ് വിഷയത്തിൽ വന്ന വീഴ്ചകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് മാപ്പ് ചോദിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറാ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അസാത്തിദത്തിന് വേണ്ടി, സർവ്വ മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമുക്കും അവർക്കും ഖൈർ, ലുത്ഫ്, ആഫിയത്ത്, ഇസ്തിഖാമത്ത്, സഅദത്തു ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ആ വിലാദത്ത് മുബാറക്കയുടെ പുണ്യമാസം സന്തോഷത്തോടുകൂടെ അതിനെ ഇസ്തിഖ്ബാൽ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വസായിരി അഹ്ലിൽ ഖൈറിൽ മുതവഫാ ഫി സഫറിൽ ഖൈർ വറബീഇൻ നൂർ വജമീഇ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.